ഒരു യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി 4 ദിവസത്തോളമായിട്ട് നിൽക്കുന്നു. മഴ കാരണം നമുക്ക് ഈ ഷീറ്റ് ആയതുകൊണ്ട് നല്ല സൗണ്ടാണ്. അപ്പോൾ മഴ കാരണം നമുക്ക് 4 ദിവസമായിട്ട് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഏകദേശം കഴിഞ്ഞ 7-8 ദിവസം മുമ്പാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ലാഗായി, ഒരുപാട് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് വന്നു, സ്റ്റോക്ക് ഔട്ടായി പോയി, നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ട്രൂചേഴ്സിൻ്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. 2 കിടിലൻ മുതലുകൾ കിടക്കുന്നുണ്ട്. ഡീസൽ എഞ്ചിൻ വരുന്ന i20. സാധാരണ ഇതിൽ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു വാഹനമാണ് മൈലേജുള്ള ഡീസൽ വാഹനം ഏതാണെന്നുള്ളത്. എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് ഹ്യുണ്ടായി എലൈറ്റ് i20 എന്നുള്ള വാഹനം. 6 സ്പീഡ് ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് കാര്യങ്ങൾ ഒന്നും ഒരു രക്ഷയില്ല. 18 റേഞ്ചിൽ നമുക്ക് ഡീസൽ മൈലേജിൽ ലഭിക്കുന്ന ഒരു വാഹനമാണ്. 2016 മാഗ്ന എന്നുള്ള വേണ്ടി വരുന്ന വാഹനം, 2014 സ്പോർട്സ് എന്നുള്ള 2 വാഹനങ്ങൾ സ്റ്റോക്ക് അവൈലബിൾ. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ആയിട്ടുണ്ട്. മാഗ്നക്കത്തൊക്കെ കിടിലം ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല കാണാൻ. സ്പോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഡേലൈറ്റ് റണ്ണിംഗ് ലാമ്പ്, അതേപോലെ അൾട്രേഷൻ ഹെഡ്ലൈറ്റിനകത്തൊക്കെ അൾട്രേഷൻ വരുത്തിയിട്ട് ഇതും നല്ലൊരു ലുക്കിലേക്ക് ബമ്പർ സ്കേർട്ടിങ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ബമ്പറിൽ ഗ്രില്ലൊക്കെ മാറ്റിയതിനു ശേഷം ഇതൊരു വാഹനത്തിൽ ഒരു ചെറിയ അൾട്രേഷൻ, ചെറിയ രീതിയിൽ അൾട്രേഷൻ ചെയ്ത വാഹനമാണ്. അപ്പോൾ 2 വാഹനങ്ങളും ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങൾ. മോഡിഫിക്കേഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക. 2ഉം ഡീസൽ വാഹനങ്ങളാണ്. ഡീസൽ വാഹനങ്ങൾ അങ്ങനെ പൊതുവെ നമ്മുടെ അടുത്ത് കിട്ടാറില്ല. നമ്മുടെ അടുത്ത് നല്ല പൊതുവെ എല്ലായിടത്തും കുറവായിരിക്കും. അപ്പോൾ ഈ 2 വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. മെയ് മാസത്തിൽ മഴയായത് കാരണമൊക്കെ വാഹനത്തിൽ നല്ല ഡിമാൻഡ് വരുന്നുണ്ട്. ഏകദേശം 133 വാഹനങ്ങളാണ് നമുക്ക് മെയ് 25 ഇന്ന് രാവിലത്തെ റിപ്പോർട്ട് പ്രകാരം 130 വാഹനങ്ങളാണ് ബുക്കിംഗ് ആയിട്ടുള്ളത്. ഇനിയും 5 ദിവസം ബാക്കിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 150ൻ്റെ മുകളിൽ നമുക്ക് ഈ മാസം എത്താൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ട്രൂചേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പറാണ് ഈ 133 എന്നുള്ള നമ്പർ. 131 നമ്മൾ 2 മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 133 മെയ് 25 നമ്മൾ എത്തിയിട്ടുള്ളത് ഏറ്റവും ഹയസ്റ്റ് നമ്പർ എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ 2 കിള്ള മുതലുകൾ കിടക്കുന്നത്. ഇതുപോലെ ഒരുപാട് മുതലുകൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. മഴ കാരണം നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ വാഹനങ്ങൾക്ക് ഗ്യാപ്പ് ഫില്ലാക്കാനുണ്ട്. ഇവിടെയൊക്കെ പിന്നെ വാഹനങ്ങൾ ഡെലിവറി പോയ കാരണം ഫില്ലാവാതെ കിടക്കണം വാഹനങ്ങൾ സ്റ്റോക്ക്. മഴ കാരണം വർക്ക് കാര്യങ്ങളെല്ലാം ഈ പെയിൻറ്റിങ് വർക്ക്, പോളിഷിങ്ങൊക്കെ ഡിലേ ആയിട്ടുണ്ട്. കാരണം ഇത് മഴ കാരണം ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് കയറൽ സാധാരണ ഇതിൽ 5-6 വാഹനങ്ങൾ കയറുന്ന സമയത്ത് ഇപ്പോൾ ഡെയിലി 4-5 വാഹനങ്ങളൊക്കെ കയറുന്നുള്ളൂ. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ഗ്യാപ്പുകളൊക്കെ വാഹനങ്ങൾ സ്റ്റോക്ക് ഇല്ലാതെ കാണാൻ സാധിക്കുന്നത്. എന്നാലും ഏകദേശം ഒരു 140-150 വാഹനങ്ങൾ ഇപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം ഒരു 10-12 വാഹനങ്ങൾ ഉൾപ്പെടുത്താൻ ഇന്നത്തെ വീഡിയോയിൽ പ്ലാന്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും വാഹന സംബന്ധമായി എന്ത് സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ്. ഫിനാൻസ് ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വാഹനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് വാഹനം തന്നെ ഒരു SUV വാഹനം, 2017 മോഡൽ S-Cross സീറ്റ വേരിയൻ്റ് വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 04 ആലപ്പുഴ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. 150 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്ത് വാഹനത്തിന് ഇൻറ്റീരിയറിലോ എക്സ്റ്റീരിയറിലോ എവിടെ നോക്കിയാലും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. പ്രോപ്പർലി ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ എന്നൊരു വാഹനത്തിന് പ്രശ്നമേ അല്ലാതെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ വാഹനത്തിൻ്റെ ഏത് മുക്കും മൂലം നോക്കിക്കഴിഞ്ഞാലും പക്ക നീറ്റ് ഒരു ഏകദേശം ഒരു 50,000 അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ ഓടിയ എഫക്റ്റ് മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക ഈ വാഹനം. മറ്റുള്ള വാഹനങ്ങൾ നോക്കാൻ വരുന്നവരാണെങ്കിലും ഈ ഒരു വാഹനം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. കാരണം അത്രയും പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. പ്രോപ്പർലി സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ളൊരു വാഹനമാണ്. ടയേഴ്സൊക്കെ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 70-80% ടയേഴ്സ് ഫ്രണ്ട് കിടക്കുന്നുണ്ട്. ബാക്ക് ഒരു ആവറേജ് ഒരു 50-60% ബാക്ക് ടയേഴ്സും കിടക്കുന്നുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം പോയതുകൊണ്ട് മേജർ സർവീസ് കാര്യങ്ങൾ എല്ലാം ഓൾറെഡി കഴിഞ്ഞൊരു വാഹനം കൂടിയാണ്. S-Cross സീറ്റ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 16, 17, 18 റേഞ്ചിൽ നമുക്ക് മൈലേജ് ലഭിക്കുന്ന നെക്സ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം കൂടിയാണിത്. സീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയാം. ഫുള്ളിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഓപ്ഷനാണ്. അൽഫയിൽ വരുന്ന ഒരു ഒട്ടനധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ സീറ്റക്കകത്തും വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽസ്, പിന്നെ അതേപോലെ തന്നെ ഒരു ക്ലസ്റ്റർ, പിന്നെ ഒരു ഡിസ്പ്ലേ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു ഡിസ്പ്ലേ, പിന്നെ ക്രൂസ് കൺട്രോൾ, സ്റ്റാരിംഗ് കൺട്രോൾസ്, ഓട്ടോ ക്ലൈമറ്റ്, AC തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS വരുന്നുണ്ട്. ഈ ഒരു ഗിയർ നോബ് പിന്നെ വാഹനത്തിൻ്റെ അല്ല, ഇത് മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് എനിക്ക് ഈ ഒരു സിയാസിൻ്റെ ഈ S-Crossൻ്റെ ഒക്കെ ഗിയർ നോബുകൾ പെട്ടെന്ന് ഡാമേജ് ആവുന്നൊരു പ്രശ്നം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡാമേജ് ആയതിനു ശേഷം നമ്മുടെ സ്വിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ടൈപ്പ് വാഹനങ്ങളുടെയൊക്കെയാണ് ഗിയർ നോബാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സ്വിഫ്റ്റ് റിഡ്സിന് വരുന്ന ഗിയർ നോബാണിത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ S-Crossൻ്റെ സാധാ ഒറിജിനൽ ചെയ്യാവുന്നൊരു സജഷൻ ഉണ്ട്. അത് മാത്രമാണ് ഇൻറ്റീരിയറിൽ ഒരു പോരായ്മ, ചെറിയ പോരായ്മെങ്കിലും എനിക്ക് പറയാനുള്ളത്. ബാക്കി എല്ലാ ഭാഗങ്ങൾ കൊണ്ടാണെങ്കിലും ഡോർ പാഡാണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും ഒക്കെ പക്ക മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. എഞ്ചിൻ സൈഡും കാണിച്ചു തരാം. അത് അതിനേക്കാളും പക്ക നീറ്റായിട്ട് നിൽക്കുന്ന എഞ്ചിൻ റൂമാണ് ഈ വാഹനത്തിനകത്തുള്ളത്.
ഒരു ഓയിലിൻ്റെ ഒരു അംശമോ അല്ലെങ്കിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. എവിടെയും ടർബോൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഓയിൽ കൂളറിൻ്റെ ഭാഗങ്ങളിലോ എവിടെയും ഒരു പരിക്കോ അല്ലെങ്കിൽ ഒരു ഡാമേജ് ആയിട്ട് ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ക സർവീസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും നീറ്റായിട്ട് ഈ വാഹനം നിൽക്കുന്നത്. ക്രോസ് ബമ്പറോ അല്ലെങ്കിൽ അപ്പറോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പേസ്റ്റിങ്ങിന് കാര്യങ്ങൾക്കൊന്നും പൊട്ടോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ബാറ്ററി 2024 പുതുതായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ്. ജസ്റ്റ് 3-4 മാസങ്ങളേ ആയിട്ടുള്ളൂ. 3 വർഷം വാറണ്ടിയിൽ നിൽക്കുന്ന ബാറ്ററി. ടൈമിംഗ് ചെയിൻ്റെ പാക്കിങ് കാര്യങ്ങളെല്ലാം ഓൾറെഡി പുതിയതാണ്. അപ്പോൾ ടൈമിംഗ് ചെയിൻ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ബോണ്ടിൻ്റെ പേസ്റ്റിങ്ങിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. അപ്പോൾ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി വാഹനം സ്വന്തമാക്കാം. 6,15,000 രൂപ, അതും 0 ഡൗൺ പേയ്മെൻറ്റ്, ഫുൾ ലോൺ അവൈലബിൾ ആണ്. 6,15 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്, അതും 5 വർഷത്തെ കാലയളവിൽ. വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ കിലോമീറ്റർ കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഈ ഫുൾ ലോൺ കയറുന്നത്. 6,15 ലോൺ കയറാൻ 2017 വാഹനങ്ങൾ, നോർമൽ വാഹനങ്ങൾ എങ്ങനെയായാലും ഒരു 7 ലക്ഷം ബഡ്ജറ്റിലാണ് വരാറ്. ഈ വാഹനത്തിന് 6,15 പ്രൈസ് വരുന്നുള്ളൂ. കിലോമീറ്ററിൽ കുറച്ച് കൂടുതലെന്ന് പറയാൻ പറ്റില്ല, കാരണം ഡീസൽ വാഹനം ആയതുകൊണ്ട് ഇതൊക്കെ അത്യാവശ്യം മൈലേജ് ഉള്ള കാരണം അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളുള്ളതുകൊണ്ട് ലോങ് ഡ്രൈവിനുള്ള പർപ്പസിന് മാത്രം യൂസ് ചെയ്യുന്ന വാഹനങ്ങളാണ്. പലരും അത്തരത്തിലുള്ള ഈ ലോങ് ട്രിപ്പുകൾ കണ്ടിട്ടാണ് ഈ വാഹനങ്ങൾ ചൂസ് ചെയ്യാറ്. ഇത് അല്ലെങ്കിൽ മാരുതി സിയാസ്, ഡീസൽ വാഹനങ്ങളൊക്കെ യാത്രക്കാർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എടുക്കുന്നത് അത്യാവശ്യം റണ്ണിങ് ഉള്ളവർ മാത്രമാണ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു വാഹനം ഇത്രയും കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ പോലും എടുക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം ആയതുകൊണ്ട് അതുകൊണ്ട് ആ കിലോമീറ്റർ അത്ര ഓടിക്കൊണ്ടുള്ള വേറെ തീരുമാനങ്ങൾ, ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുക അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് പക്ക വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. 6,15 ഇതിൻ്റെ നെറ്റ് പ്രൈസ് വരുന്നത്. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 14 രൂപ റേഞ്ചിലാണ് ഇതിന് EMI ആയിരിക്കും. ഇത് ജനങ്ങളുടെ ഒരു വികാരമാണ്. മഹേന്ദ്ര താർ 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 4x4 AC വരുന്ന വാഹനം, CRD വേരിയൻ്റ് വരുന്ന വാഹനം. ഒരു രക്ഷയില്ലാത്ത വാഹനം. പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, 4x4 ആയത് കാരണം. പക്ഷേ ഈ ഒരു വാഹനത്തിനൊരു നിർഭാഗ്യവശാൽ ഈ വാഹനത്തിന് 4x4 ഒരു മല കുന്നോ കാര്യങ്ങളോ ഒന്നും കയറാൻ ഒരു അവസരം ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ ഓണർ ഒരു പ്രൊഫഷണൽ ആളായിരുന്നു. അത് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ റിലാക്സേഷന് വേണ്ടിയിട്ടായിരുന്നു ഈ വാഹനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രൊഫഷണൽ ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഒരു വാഹനം കൊണ്ട് കുന്നും മലയിൽ കയറാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അപ്പോൾ 4x4 ഓഫ് റോഡിനൊക്കെ താല്പര്യമുള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം. 4 പുത്തൻ ടയർ കാര്യങ്ങൾ എല്ലാം കിടക്കുന്ന ഒരു കിടിലൻ മുതൽ CRD ആയതുകൊണ്ട് തന്നെ 2 ഡോർ പവറിൻ്റെ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. വേറെ ബോഡി കാര്യങ്ങളൊന്നും കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല. സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ കമ്പനി തന്നെ പോയിട്ടുള്ളത്. 4 ടയർ, സ്പെയർ ടയർ അടക്കം 5 ടയർ അടക്കം പുതിയത് വരുന്നുണ്ട്. 100% ടയർ എന്ന് പറയാം. ബോഡി കാര്യങ്ങളൊന്നും സ്ക്രാച്ച് ഇട്ടുണ്ട്. അധികം റീപെയിൻറ്റ് വർക്കൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് കയറിയിട്ടില്ല എന്നുള്ള മറ്റു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ 2014 10 വർഷത്തോ ആയതുകൊണ്ടുള്ള ഒരു ഫെയ്ഡിങ്, കളർ ഫെയ്ഡിങ് മാത്രമാണ് ഈ വാഹനത്തിനകത്ത് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. സ്റ്റീരിയോ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അത്യാവശ്യം വേണ്ട ബേസിക് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പവർ വിൻഡോസ് ഇതിനകത്ത് അഡീഷണൽ CRD എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുക്കുന്നില്ല, അഡീഷണൽ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിലൊരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, വളരെ കിലോമീറ്ററും കുറഞ്ഞ വെറും 80,000 കിലോമീറ്റർ, 10 വർഷം കൊണ്ട് 80,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ജെനുവിൻ കിലോമീറ്ററുള്ള ഗ്യാരണ്ടി പറയാൻ പറ്റിയ ഒരു നല്ലൊരു കിടിലൻ വാഹനം. 4x4 ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ഈ വാഹനത്തിന്റെ നെറ്റ് പ്രൈസ് ആയിട്ട് 5,85,000 രൂപയാണ്. ഏകദേശം 4,75 to 5 രൂപ വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസത്തവണയോട് കൂടി. ഏകദേശം EMI ഒരു 12 രൂപ റേഞ്ചിലാണ് ഇതിന്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഫോർഡിന്റെ ഒരു സെഡാൻ വാഹനം, ഫോർഡ് ഫിഗോ ആസ്പയർ 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 57,000 കിലോമീറ്റർ ഓടിയ KL07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റാണ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലോയ്സ് മുതൽ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു നല്ലൊരു പെട്രോൾ എഞ്ചിനിൽ വരുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു സെഡാൻ വാഹനം. ടൈറ്റാനിയത്തിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അലോയ്സ്, സ്റ്റാരിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, അതേപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ബേസിക് വേണ്ട ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റ് അകത്ത് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ഇതിനകത്ത് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇൻറ്റീരിയർ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആണെങ്കിലും ഒരേപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ അതിനകത്ത് ചെയ്തിട്ടില്ല എന്നൊരു പോരായ്മയുണ്ട്. അത് വേണമെങ്കിൽ എടുക്കുന്ന ഒരാൾക്ക് ചെയ്യാം. കമ്പനി കവറാണ് നിലവിൽ ഈ വാഹനത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിലാണ് നിൽക്കുന്നത്. ഒരു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് അഡീഷണൽ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കമ്പനി ഓൾറെഡി ഇൻബിൽഡ് വരുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഫോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റ് അതുകൊണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നൊരു നല്ലൊരു കിടിലൻ വാഹനം.
ഒരു 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 80% ടയേഴ്സ് 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. രണ്ട് സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്രോൺ ഭാഗങ്ങൾക്കോ ഡാമേജോ കാര്യങ്ങൾ ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ബോണ്ടിൻ്റെ ഒക്കെ ഇന്നർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു പഴക്കം നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഫോർഡ് ഫിഗോ ആസ്പയർ ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റ് വാഹനം സ്വന്തമാക്കാൻ വെറും 3,75,000 രൂപക്ക് 3,75 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. 3,90 അവിടെ പ്രൈസ് കിടക്കുന്നത്. 3,75 നെറ്റ് പ്രൈസാണ്. ഏകദേശം ഒരു 3,25 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസത്തവണയോടുകൂടി ഏകദേശം 7,500 രൂപ മുതൽ 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരും. നമ്മൾ അടുത്ത വാരം ഹ്യുണ്ടായിൻ്റെ മറ്റൊരു ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റ് വാഹനം 2019 മോഡൽ ഹ്യുണ്ടായി i10 ഗ്രാൻഡ് i10 മാഗ്ന വേരിയൻ്റ് സിംഗിൾ ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. മാഗ്ന എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനാണ്. KL 75 എവിടെയാണ് തൃപ്പയാറാണോ എന്നൊരു സംശയമുണ്ട്. KL 75 പിന്നെ തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരിക. മാഗ്ന എന്നുള്ള വേരിയൻ്റ് സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള അടിപൊളി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ചെയ്തിട്ടുള്ള ഒരു കിടിലം വാഹനം. ഒരു 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജ് ലഭിക്കുന്ന 1.2 ലിറ്ററിൽ വരുന്ന കാപ്പ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിൽ റീപെയിൻസ് ഉണ്ടെന്നല്ലാതെ വേറെ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അത്യാവശ്യം മോഡൽ കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കവർ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണലി കവറാണ്. പക്ഷേ കമ്പനി കവറിന് അത്യാവശ്യം സ്റ്റാൻഡേർഡിലൊരു കളർ തീമോട് കൂടി ചെയ്തൊരു സീറ്റ് കവറാണത്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് മാഗനാണെങ്കിൽ പോലും ഡുവൽ എയർ ബാഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ABS എന്തായാലും ഇതിനകത്ത് ABSും വരും. പിന്നെ കമ്പനി സ്റ്റീരിയോ ഒക്കെ സാധാരണ ഇതിൽ മാഗനക്കകത്ത് വരാറില്ല, പക്ഷേ ഇതിനകത്ത് കമ്പനി സ്റ്റീരിയോ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹ്യുണ്ടായിൻ്റെ i10 എന്നുള്ള വാഹനത്തിനകത്ത് സ്റ്റീരിയോ ഒട്ടനവധി വാഹനങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അതായത് സ്റ്റീരിയോ ഷോർട്ട് ആവുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും i10 യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. i10 സ്റ്റീരിയോ ഷോർട്ട് ആയതിനു ശേഷം ബാറ്ററി ഇറങ്ങി പോവുകയാണെങ്കിൽ സാധാരണ ഇതിൽ വരുന്ന പ്രശ്നം ബാറ്ററി 1-2 ദിവസം കൊണ്ട് പുതിയ ബാറ്ററി ഇട്ടാൽ പോലും അത് ഇറങ്ങി പോകുന്നൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 2-3-4 വണ്ടിക്ക് സെയിം പ്രശ്നം കണ്ടിട്ടുണ്ട്. എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിംഗ് പൊട്ടോ കാര്യങ്ങൾക്കൊന്നുമില്ല. രണ്ട് സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നത്. ഡാമേജ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത വാഹനം. പിന്നെ അതേപോലെ തന്നെ ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എഞ്ചിൻ്റെ ഉൾഭാഗങ്ങൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ECM വരുന്നുണ്ട്. ECMലേക്ക് പെട്ടെന്ന് വെള്ളം തട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ECM ഡാമേജ് ആകും. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു കാഞ്ഞങ്ങാടുള്ള ഒരു കസ്റ്റമർ വാഹനം അതേമാതിരി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഹ്യുണ്ടായിൻ്റെ വാഹനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എങ്ങനെയോ എവിടുന്നോ അറിയാതെ വെള്ളം തട്ടി ECM കംപ്ലയിൻ്റ് ആയി. ECMന് ഇപ്പോൾ പുതിയ പുള്ളി ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാരണവശാലും ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങൾ എഞ്ചിൻ റൂം വെള്ളം അടിക്കാൻ നിൽക്കരുത്. അതാണ് ഈ ഒരു വാഹനത്തിലേക്ക് കുറച്ച് റഫായിട്ട് കിടക്കുന്നത്. ഇതുവരെ വാഷ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് റഫായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഹ്യുണ്ടായിൻ്റെ i20 i10 തുടങ്ങിയിട്ടുള്ള ഒരു വാഹനത്തിനും 2010 പഴയത് മുതൽ 2018-19 ഒക്കെ കാലഘട്ടങ്ങളിലുള്ള വാഹനങ്ങൾക്കൊന്നും എഞ്ചിൻ റൂമിനകത്തേക്ക് തുള്ളി വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ECMനകത്തേക്ക് വെള്ളം കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ECM ഡാമേജ് ആയി കഴിഞ്ഞാൽ 30,000 രൂപ 40,000 രൂപ കോസ്റ്റ് വരും. അത് റീപ്ലേസ് ചെയ്യാൻ റിപ്പയർ ചെയ്യണമെങ്കിൽ 10-15 രൂപ. ചില വെള്ളം ഫുള്ളായിട്ട് തട്ടിയത് മൊത്തം ഷോർട്ടായി പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാല്ലാതെ വേറെ മാർഗ്ഗമില്ല. ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 5 to 10 രൂപ റേഞ്ചിലൊക്കെയാണ് റിപ്പയറിംഗ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എനിക്കൊരു 3-4 വാഹനങ്ങൾക്ക് സെയിം പണി കിട്ടിയതാണ്. കാരണം നമ്മൾ സർവീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്ത് വാഷ് ചെയ്യും. അപ്പോഴേക്കും അത് ECM ഒക്കെ അടിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വാഹനത്തിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് 2019 മോഡൽ i10 മാഗ്ന വാഹനങ്ങൾക്ക് സ്വന്തമാക്കാം 4,40,000 രൂപക്ക്. 4,45 ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഒരു 4 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് ഒക്കെ ലഭിക്കും. അത് 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 9 രൂപ അല്ലെങ്കിൽ 9,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. മറ്റൊരു ഹ്യുണ്ടായിൻ്റെ ലോ ബഡ്ജറ്റ് വാഹനം നമ്മളൊരു ഇയോൺ കാണിച്ചു, മറ്റൊരു ഗ്രാൻഡ് i10 കാണിച്ചു. ഇനി അതിൻ്റെ രണ്ടിൻ്റെ സെൻട്രൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ഒതുങ്ങിയ വാഹനം 2013 മോഡൽ വരുന്ന i10 മാഗ്ന പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 24 കൊട്ടാരക്കര രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. പെട്രോളാണ്. 1.2 ലിറ്റർ വരുന്ന കാപ്പ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നത്. സാധാരണ ഇതിൽ ഈ ഒരു ഷേപ്പിൽ വരുന്ന വാഹനങ്ങൾ IRD എഞ്ചിൽ 1.1 ലിറ്ററിൽ വരുന്ന IRD എഞ്ചിൽ വരാറുണ്ട്. IRD ആണെന്നുണ്ടെങ്കിൽ മൈലേജ് കുറച്ച് കുറയും. മാർക്കറ്റ് പ്രൈസും കുറച്ച് അത്യാവശ്യം നല്ല വ്യത്യാസം വരാറുണ്ട്. ഒരു 10,000-70,000 വ്യത്യാസം കുറവുണ്ട്. ഈ കാപ്പനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 50 രൂപ എന്തായാലും വ്യത്യാസം വരുന്നുണ്ട്.
ഇത് 1.2 ലിറ്ററിൽ വരുന്ന കാപ്പ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 17 റേഞ്ചിൽ 18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. 1200 cc വരുന്ന വാഹനമായതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് കാര്യങ്ങൾ അതും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒരേപോലെ തന്നെ വാഹനത്തിന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാര്യപ്പെട്ട ഡാമേജ് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. റീപെയിൻറ്റ് വർക്കുകൾ നടന്നിട്ടുണ്ട്. ബമ്പർ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഒരു സൈഡ് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ 2013 ആയതുകൊണ്ട് 11 വർഷത്തെ കുറച്ച് റീപെയിൻറ്റ് വർക്കുകൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് നെഗറ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60-70-75% 4 ടയേഴ്സ് എന്ന് പറയാൻ പറ്റും. 75% ടയേഴ്സ് വരുന്നുണ്ട്. ഒരു 17 റേഞ്ചിൽ നമുക്ക് മൈലേജും ലഭിക്കും. കാപ്പ എഞ്ചിൻ ആയതുകൊണ്ട് 17 റേഞ്ചിൽ നമുക്ക് മൈലേജും ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിനകത്തും കമ്പനി സീറ്റ് ഓവറാണ് വന്നിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റാരിംഗ് വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല, പകരം ചെറിയൊരു സ്റ്റീരിയോ, സോണിയുടെ സ്റ്റീരിയോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബേസിക് ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ളൊരു വാഹനമാണ്. നമുക്ക് ഈസി ആയിട്ട് ഒരു 2-3 വർഷത്തേക്കൊക്കെ അധികം മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു പെട്രോൾ കവൽ മാറ്റുക എന്നുള്ളൊരു പർപ്പസിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ കാപ്പ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വിശാലമായിട്ടുള്ള എഞ്ചിൻ. IRD ആണെങ്കിൽ നമ്മുടെ ഇയോണിനൊക്കെ പോലത്തെ ഒരു ചെറിയൊരു എഞ്ചിനാണ് വരാറ്. കാപ്പ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ റൂം ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പുറമോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. 2023 10 മാസം റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 2 വർഷം ബാറ്ററി വാറണ്ടിയിലും കൂടി നിൽക്കുന്നുണ്ട്. വേറെ കാര്യപ്പെട്ട ഡാമേജ് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പുറമോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഹെഡ്ലൈറ്റിൻ്റെ ഒരു കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും 10 വർഷത്തെ പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ബോണറ്റിൻ്റെ ഇന്നർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലൊന്നും വേറെ കാര്യപ്പെട്ട ഡാമേജ് പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം സ്വന്തമാക്കാം. വെറും 2,15,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഏകദേശം ഒരു 1,75-1,80 റേഞ്ചിൽ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ മറ്റൊരു ലോ ബഡ്ജറ്റ് വാഹനം. 3 വർഷത്തെ മാസക്കാലയളവോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കുക. ഏകദേശം ഒരു 7,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം ഹ്യുണ്ടായിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ വരുന്ന വാഹനം ഹ്യുണ്ടായി ഇയോൺ 2017 മോഡലിൽ വരുന്ന മാഗ്ന പ്ലസ് വരുന്ന വാഹനം. 60-something കിലോമീറ്റർ ഓടിയിട്ടുള്ള KL07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന മറ്റൊരു വാഹനം. മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞാൽ സ്പോർട്സിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ്. പക്ഷേ മാഗ്ന പ്ലസിൽ തന്നെ അന്നത്തെ ഫീച്ചേഴ്സിൽ എല്ലാവിധ ഫീച്ചേഴ്സും എയർ ബാഗ് വെച്ചിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്പോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു എയർ ബാഗ്, സിംഗിൾ എയർ ബാഗ് അതിനകത്ത് അഡീഷണൽ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം ഫീച്ചേഴ്സാണ് മാഗ്നക്കകത്ത് കമ്പനി കൊടുത്തത്. പിന്നെ കീന് സെൻട്രൽ ലോക്കിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അത് മാത്രമാണ് മാഗ്നയും സ്പോർട്സും തമ്മിലുള്ള വ്യത്യാസം. 13 ഇഞ്ച് ടയേഴ്സ് വരുന്നുണ്ട്. കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഒരു 20 റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജ് ലഭിക്കുന്ന 800 cc വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ബോഡി എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ റീപെയിൻറ്റ് വർക്കുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ വരാത്തൊരു വാഹനം കൂടിയാണിത്. അത്യാവശ്യം ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണിത്. അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്കൊക്കെ 2 വീലറിൽ നിന്ന് 4 വീലറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് ഓവർ അതിനകത്ത് വന്നില്ല. സീറ്റ് ഓവർ ഇതിനകത്തും ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 3 വാഹനങ്ങളിൽ സെയിം അവസ്ഥ തന്നെയാണ്. സീറ്റ് ഓവർ കമ്പനി കവർ മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എയർ ബാഗ് EBS ഒന്നും ഈ ഒരു വേരിയൻറ്റിനകത്ത് വരാറില്ല. ഗിയർ നോബൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ ഒരു കുപ്പി പോലെ കഴിഞ്ഞ ദിവസത്തിൽ MVDയിലെ ഒരു മേഡം പറഞ്ഞ പോലെ ഒരു കുപ്പി പോലത്തെ ഒരു ഗിയർ നോബൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിലാണ് നിൽക്കുന്നത്. ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70-80% ടയേഴ്സ് കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പുറം ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പിന്നെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് നമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെ. ഫ്രണ്ടിൽ തട്ടോ ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല എന്നുള്ള സ്റ്റിക്കേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം സ്വന്തമാക്കാം. 2017 മോഡൽ ഇയോൺ മാഗ്ന പ്ലസ് 2,40,000 രൂപക്ക് ഒരു 2,10 വരെ അല്ലെങ്കിൽ 2,20 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു പിന്നെ ഹാച്ച് ബാക്കിൽ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനം. 5 വർഷത്തെ മാസക്കാലയളവോട് കൂടി ഈ വാഹനം സ്വന്തമാക്കാം. EMI ഏകദേശം 5 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കിയിൽ ഏറ്റവും കുഞ്ഞൻ വാഹനം എന്നറിയപ്പെടുന്ന ഒരു വാഹനമാണ്. പക്ഷേ നല്ലൊരു കംഫർട്ട്, റൈഡിങ് കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വാഹനം മാരുതി സുസുക്കി എക്സ്പ്രസോ 2021 മോഡൽ VXi പ്ലസ് എന്നുള്ള ഫുൾ ഓപ്ഷൻ വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 17,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. നാവ് ഇടയ്ക്കിടയ്ക്ക് പഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 17,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള KL02 കൊല്ലം രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. VXi പ്ലസ് എന്നാണ് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. VXi പ്ലസ് എന്നുള്ള 2 വേരിയൻസ് മാത്രമായിട്ടാണ് എക്സ്പ്രസോ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ZXi എന്നുള്ള വേരിയന്റിലേക്കൊന്നും കമ്പനി പോയിട്ടില്ല. VXi പ്ലസിൽ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബേസിക് ഫീച്ചേഴ്സ് മാത്രം കൊടുത്തിട്ടുള്ളൊരു വാഹനമാണിത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നൊരു ഫീൽ കിട്ടും. ഒരു ചെറിയ ഒരു ഇടവയിലൂടെ നമുക്ക് ഈസി ആയിട്ട്, എസ്പെഷ്യലി ലേഡീസിനൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് എക്സ്പ്രസോ എന്നുള്ള വാഹനം.
കാണാൻ ചെറിയൊരു ലുക്ക് കുറവുണ്ട്, പലർക്കും ചിലപ്പോൾ ഒരു മടിക്കെങ്കിലും. പക്ഷേ റൈഡിങ്ങിന് അത്യാവശ്യം നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ റൈഡിങ് കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. കാരണം ഒരു ഓട്ടോ പോകുന്ന വഴിയിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഈ വാഹനം കൊണ്ടുനടക്കാനും കഴിയും. അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്നൊരു വാഹനം. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, പരിക്കോ ഡാമേജോ കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. VXI പ്ലസ് ആയതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സ്റ്റാരിംഗ് കൺട്രോൾസ്, പിന്നെ എയർ ബാഗ് തുടങ്ങിയിട്ടുള്ള ഡുവൽ എയർ ബാഗ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് VXI പ്ലസിൽ. VXI ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ ഒന്നും വരില്ലായിരുന്നു. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തുള്ളത്. 2 ഡോർ പവറിൻ്റെ വരുന്ന എന്നുള്ളൊരു പോരായ്മയുണ്ട്. VXI പ്ലസിൽ 4 ഡോർ കമ്പനിക്ക് കൊടുക്കാമായിരുന്നു എന്നൊരു സജഷൻ കൂടിയുണ്ട്. പിന്നെ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. സ്റ്റാരിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഒതുങ്ങിയ സ്റ്റാരിംഗ് വീൽ എന്ന് പറയാൻ പറ്റും. ഡാഷ്ബോർഡോട് ഏറ്റവും അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ്സ് വന്നിട്ടുള്ളത്. പിന്നെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 17-18 റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന 1 ലിറ്ററിൽ വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടയർസൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15,000 കിലോമീറ്റർ കൂടി ഓടാനുള്ള ടയർസ് നമുക്ക് ബാലൻസ് ആയിട്ട് കിടക്കുന്നു. ഏകദേശം ടയർ ലൈഫ് എന്ന് പറഞ്ഞാൽ 30,000 കിലോമീറ്ററാണ് നമുക്ക് ടയർ ലൈഫ് കിട്ടുന്നത്. 21 മോഡലായതുകൊണ്ട് തന്നെ 2026 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ ഡാമേജോ കാര്യങ്ങളോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടില്ല. 2 സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഒക്കെ ABS എന്നുള്ള ഫീച്ചറൊക്കെ ഈ ഒരു വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ്റെ ഒരു ചെറിയൊരു എഞ്ചിൻ, അത് 1200 cc എഞ്ചിനാണ് സ്വിഫ്റ്റിനകത്തൊക്കെ വരാറ്. ഈ ഒരു വാഹനത്തിനകത്ത് 1000 cc ആയതുകൊണ്ട് തന്നെ ആ എഞ്ചിൻ്റെ സൈസ് കുറച്ച് ചെറുതായിട്ട് 3 സിലിണ്ടറിൽ വരുന്ന എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ മൈലേജ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. പെർഫോമൻസ് സ്വിഫ്റ്റിൻ്റെ അത്ര കിട്ടില്ലെങ്കിലും ഒരു 1000 cc പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ലൊരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈലേജോട് മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും. ഏത് ഇടവയിലൂടെയൊക്കെ കിട്ടി കറക്കാൻ പറ്റിയ ഒരു വാഹനം, ടൗൺ പർപ്പസിന് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ മറ്റൊരു വാഹനം കൂടിയാണിത്. അപ്പോൾ ഈ വാഹനം 2021 മോഡലിൽ വരുന്ന VXI പ്ലസ് സ്വന്തമാക്കാം. 4,45,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി ഏകദേശം 4 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസ കാലയളവോടുകൂടി ഏകദേശം 9 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI. നമ്മുടെ അടുത്ത വാഹനം ഒരു 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനമാണ്. ഹ്യുണ്ടായി നിയോസ് 2021 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ മാഗ്ന വേരിയൻ്റ് വാഹനം. 0 ഡൗൺ പേയ്മെൻറ്റ് ആയതുകൊണ്ട് എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ബോണറ്റ് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്രോണിലേക്ക് കാര്യങ്ങൾക്കൊന്നും അടിയില്ല. ബോണറ്റ് ഗ്ലാസും റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. KL 41 ആലുവ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. 2021 ആയതുകൊണ്ട് ആലുവയിൽ ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 2018 വരെയായിരുന്നു ആലുവയിൽ ഫ്ലഡൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 41 കാണുമ്പോൾ എല്ലാ വാഹനങ്ങളും ഫ്ലഡാണെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബോണറ്റ് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ള ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാം പ്രോപ്പർ പോയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന കാപ്പ എഞ്ചിനിൽ വരുന്ന ഒരു നിയോസ്. പിന്നെ 0 ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാൻ സാധിക്കും. മാഗ്ന എന്നുള്ള വേരിയൻ്റാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫോഗ് ലാമ്പ് ഇതിനകത്ത് വന്നിട്ടില്ല. അലോയ് വീൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. മിറർ ഇൻഡിക്കേറ്റർ ഇല്ല. ഉള്ള ഫീച്ചേഴ്സ് ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സിലേക്ക് മാഗ്ന എന്നുള്ള വേരിയൻറ്റിനെ കമ്പനി നിയോസിനകത്ത് ഒതുക്കിയിട്ടുണ്ട്. കാര്യപ്പെട്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാം. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് 2019 മുതൽ മാൻഡേറ്ററി ആയതുകൊണ്ടായിരിക്കും കമ്പനി അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അത് റിമൂവ് ചെയ്തതിനു ശേഷം ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് വന്നിട്ടുണ്ട്. മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഡുവൽ എയർ ബാഗാണ് ഇതിനകത്ത് മാഗ്ന എന്നുള്ള വേരിയൻറ്റിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. കമ്പനി കവർ. പിന്നെ അതിന് പുറമെ അഡീഷണലി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളോ ഒന്നുമില്ല. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ്. 2021 ആയതുകൊണ്ട് ആ ക്വാളിറ്റി വാഹനത്തിനകത്ത് എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാഡ് ആയാലും ഡാഷ്ബോർഡ് ആയാലും വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഒരു ഫ്രണ്ടിൽ ബോണറ്റ് ഗ്ലാസ് റീപ്ലേസ് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ പരിക്കൊന്നുമില്ല. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60% ടയേഴ്സ് ബാക്ക് ടയേഴ്സ് ഉണ്ട്. ഫ്രണ്ടും ഓൾമോസ്റ്റ് അത്ര തന്നെ 60-70% തന്നെയാണ് ഫ്രണ്ട് ടയേഴ്സും വരുന്നത്. എഞ്ചിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ അപ്രോൺ ഭാഗം പ്രത്യേകിച്ച് നോക്കണം. ബോണറ്റ് ഗ്ലാസ് റീപ്ലേസ് ഉള്ളതുകൊണ്ട് സംശയം വരും ഉള്ളിലേക്ക് എന്തെങ്കിലും അടിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരറ്റം വരെ നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങൾ പേസ്റ്റിംഗ് പൊട്ടോ അല്ലെങ്കിൽ പഞ്ചിങ് പൊട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതേ അവസ്ഥ തന്നെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിങ്ങിന് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. കമ്പനി അതേ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഈ ഒരറ്റം വരെ അതേ സ്റ്റോക്ക് കണ്ടീഷനിൽ. ഈ ഒരു ഫ്രെയിം എന്തായാലും റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഫ്രെയിം ഒരു സ്ക്വയർ ഫ്രെയിമാണ്. പിന്നെ ഹ്യുണ്ടായി i10 അല്ലെങ്കിൽ ന്യൂസ് വാഹനങ്ങൾക്കൊക്കെ വരുന്നത് അത് റീപ്ലേസ്ഡ് ആവും. കാരണം ഫ്രണ്ടിൽ നിന്ന് എന്തായാലും ചെറിയൊരു ബമ്പറിൽ തട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഫൈബർ മെറ്റീരിയൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹ്യുണ്ടായി i10 ന്യൂസൊക്കെ വാഹനങ്ങൾ യൂസ് ചെയ്തവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ ഒരു ഫ്രെയിം ഡാമേജ് ആവുന്നുള്ളത്.
ഡാമേജ് ആയി കഴിഞ്ഞാൽ ഏകദേശം 5000 രൂപയോളം ഇതിനകത്ത് കോസ്റ്റ് വരുന്നുണ്ട്. എവിടെയെങ്കിലും താഴ്ഭാഗങ്ങൾ എവിടെയെങ്കിലും അടിയട്ടിയിട്ടൊക്കെ പൊട്ടി കഴിഞ്ഞാൽ അത് ഫൈബർ പൊട്ടി കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ 5000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. നമ്മുടെ ക്രോസ് ബമ്പർ സാധാരണ മാരുതിയുടെ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ മുകളിൽ താഴേക്ക് നമുക്ക് സെപ്പറേറ്റ് മാറ്റാൻ സാധിക്കും. പക്ഷേ ഈ ഒരു വാഹനങ്ങൾക്ക് ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങൾക്ക് ഒരൊറ്റ ഫ്രെയിമായ കാരണം അത് ഒന്നിച്ച് മാറാൻ മാത്രമേ ഓപ്ഷനുള്ളൂ. അപ്പോൾ ഉള്ളിലേക്ക് വേറെ ഡാമേജ് പരിക്ക് കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിലവിലെ കണ്ടീഷനിൽ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഈ ബോണറ്റ് ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് ഉള്ളത്. ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങൾക്ക് റീപ്ലേസ് ചെക്ക് ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഒരു എക്സാമ്പിളാണ്. കാരണം ഈ ഒരു ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിൽ ഹ്യുണ്ടായിൻ്റെ ഞാൻ പറയുന്ന സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ വീഡിയോകൾ കാണുമ്പോൾ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് ഗ്ലാസ് റീപ്ലേസ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 21 മോഡൽ വരുന്ന ഈ ഒരു മാഗ്ന എന്നുള്ള ഹ്യുണ്ടായി നിയോസ് വാഹനം സ്വന്തമാക്കാം 4,75,000 രൂപ. അതും 0 ഡൗൺ പേയ്മെൻറ്റ് 4,75 നിങ്ങൾക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 10 സംതിങ് ഒരു 11 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം റിനോൾട്ടിൻ്റെ ഒരു SUV വാഹനം 2021 മോഡൽ റിനോൾട്ട് കൈഗർ RXL വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. KL 67 രജിസ്ട്രേഷൻ. 67 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ ശരിയാണെങ്കിൽ ഉഴവൂരാണ് രജിസ്ട്രേഷൻ വരുന്നത്. കാരണം കുറച്ച് പുതിയ RTO ഓഫീസുകൾ വാഹനങ്ങൾ 75, 67 പുതിയ RTO ഓഫീസ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും വാഹനങ്ങൾ വരാത്ത വാഹനങ്ങളായതുകൊണ്ട് ശരിക്കും ഓർമ്മയിലേക്കത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. 67 ഉഴവൂരാണെന്ന് എൻ്റെ ഓർമ്മ. RXL എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷനിൽ വരുന്ന വാഹനം വെറും 19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നൊരു വാഹനം. ഒരു വെറൈറ്റി കളറിൽ വരുന്ന വാഹനം കൂടിയാണിത്. RXL എന്ന് പറഞ്ഞാൽ ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു വാഹനമാണിത്. പിന്നെ 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റാരിങ് വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റാരിങ് കൺട്രോൾസ് ഇതിനകത്ത് വരുന്നില്ല. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ RXL എന്നുള്ള വേരിൻ്റെ അകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. 1 ലിറ്ററിൽ വരുന്ന 1000 cc വരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഈ കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കടുവ പിന്നെ കാറ് തള്ളിപ്പോകുന്നൊരു ഒരു സിമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു 2 കടുവകൾ വേറെ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ വേറെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, ഡാമേജ് കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് ആയിട്ടൊന്നും പറയാനില്ല. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വാഹനം തന്നെ എന്ന് പറയാം. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനി ഇതിനകത്ത് RXLനകത്ത് സീറ്റ് ഓവർ കൊടുക്കുന്നില്ല. കമ്പനി കവറിന് പുറമെ ഒരു അഡീഷണൽ സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 1 ലിറ്റർ വരുന്ന എഞ്ചിനാണെങ്കിൽ പോലും അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടും. അത്യാവശ്യം മൈലേജും ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. നല്ല വിശാലമായിട്ടുള്ളൊരു ഫ്രണ്ട് വ്യൂ ആണ്. നമുക്ക് ആ ബോണറ്റിൻ്റെ അറ്റം വരെ നമുക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിൽ ഈ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ബോണറ്റിൻ്റെ ആ ഒരു ഫ്ലാറ്റായിട്ടാണ് ബോണറ്റ് പോകുന്നത്. സാധാരണ ഇതിൽ താഴേക്ക് പോകുന്ന കാരണം നമുക്ക് ബോണറ്റ് കറക്റ്റ് വ്യൂ കിട്ടാറില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിന് നമുക്ക് ആ കറക്റ്റ് ഫ്രണ്ട് വരെ വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് ഒരു പ്രത്യേകത. പിന്നെ ഹാൻഡ് റെസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്, ഇൻബിൽഡ് വന്നിട്ടുണ്ട് ഈ ഒരു വേരിയൻറ്റിനകത്താണെങ്കിൽ പോലും. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കമ്പനി ചെറിയ സ്റ്റീരിയോ ഒക്കെ ഒരു RXL എന്നുള്ള വേരിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം 21 മോഡൽ വാഹനമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ് ഓൾമോസ്റ്റ് ഒരു 15,000 കിലോമീറ്റർ ഓടാനുള്ള ടയേഴ്സ് ഇനി ബാലൻസ് കിടക്കുന്നുണ്ട്. ടോട്ടൽ ടയർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30-35 കിലോമീറ്ററാണ് ടോട്ടൽ ടയർ ലൈഫ് കിട്ടുക. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. എവിടെയും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. എല്ലാ പെർഫെക്റ്റ് കണ്ടീഷനിൽ നിൽക്കുന്നത്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബോണ്ടിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നത്. ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നല്ലൊരു വാഹനം. ഇതുവരെ നമ്മൾ ഒരു വീഡിയോയിലും ബോണറ്റ് അല്ലെങ്കിൽ അപ്രോൺ ഭാഗങ്ങൾക്ക് ഡാമേജുള്ളൊരു വാഹനം ഇത് കാണിച്ചില്ല. ഇന്ന് ഞാനൊരു ഈ ഒരു വീഡിയോയിൽ ഒരു വാഹനം കാണിച്ചു തരാം. അപ്രോൺ ഭാഗം ഡാമേജുള്ളൊരു വാഹനം നമുക്ക് കാണിക്കാണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഡാമേജിനെസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാഹനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വാഹനം റിനോൾട്ട് കൈഗർ 2021 മോഡൽ RXL വേണ്ടിയിരുന്ന വാഹനം സ്വന്തമാക്കാം. 6 ലക്ഷം രൂപ നെറ്റ് പ്രൈസോടുകൂടി ഒരു 5,50 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു SUV വാഹനം. അതും 5 വർഷത്തെ മാസത്തവണയോടുകൂടി ഏകദേശം ഒരു 12 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മഹീന്ദ്രയുടെ ഒരു 7 സീറ്റ് വാഹനം. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു 7 സീറ്റ് വാഹനം. അതും ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു വാഹനം. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 76,000 കിലോമീറ്റർ ഓടിയുള്ള T8 എന്നുള്ള വേരിയൻ്റ് വരുന്ന ഡീസൽ എഞ്ചിനിൽ വരുന്ന TUV. അതും 7 സീറ്റ് വാഹനം. T10 തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് T8 എന്നുള്ള വേരിയൻറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ T10 ഒരു ബ്ലാക്ക് TUV കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് T8 എന്നുള്ള വേരിയൻ്റ് വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും 70 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 33 ചങ്ങനാശ്ശേരി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. ചെറിയൊരു ബോണ്ട് ഇവിടെ ചെറിയൊരു മച്ചിങ് ഇവിടെ ഡാമേജ് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം. T8 ആയതുകൊണ്ട് തന്നെ അലോയ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു
ഒരു 70% ഫ്രണ്ട് ടയർ കിടക്കുന്നുണ്ട്. ബാക്കും ഓൾമോസ്റ്റ് ഒരു 50-60 ഒരു ആവറേജ് 4 ടയേഴ്സും ഒക്കെ കിടക്കുന്നുണ്ട് ഈ വാഹനത്തിനകത്ത്. പിന്നെ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 15, 16, 17 റേഞ്ച് വരെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. 15 എന്തായാലും നമുക്കൊരു ആവറേജ് മൈലേജ് കണക്കാക്കാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണിത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരേപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യപ്പെട്ട പരിക്ക്, ഡാമേജ്, റീപെയിൻ വർക്ക് അധികം കയറാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് റോ 7 സീറ്റ് കുട്ടികൾക്കാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയത്. കാരണം ക്രോസ് ആയിട്ട് ഇരിക്കേണ്ട സീറ്റാണ്, ചെറിയ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ കുട്ടികൾക്കാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ സ്പേസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അധികം വലിയ ആൾക്കാർക്കൊന്നും, എന്നെ പോലത്തെ ആൾക്കാർക്കൊന്നും സ്യൂട്ടബിൾ ആണ് പറയാൻ പറ്റില്ല, എന്നാൽ പോരാന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ഒരു സ്പേസിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നോർമലി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓപ്പോസിറ്റ് എന്നെ പോലത്തെ ഒരാൾക്ക് ചിലപ്പോൾ ഇരിക്കുക ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ രണ്ടാൾക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ്ടിരിക്കേണ്ടി വരും. മറിച്ച് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പിന്നെ സ്പേസ്, അവർക്ക് പറ്റിയ സ്പേസാണ് ഈ ഒരു ബാക്കിലെ 2 സീറ്റ് എന്നുള്ളത്. പിന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും വേറെ ഡാമേജോ അല്ലെങ്കിൽ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു വേരിയൻറ്റ് തന്നെയാണ് T8 എന്നുള്ള വേരിയൻറ്റ്. കമ്പനി സ്റ്റീരിയോ, അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക്, സ്റ്റാരിങ് കൺട്രോൾസ്, പിന്നെ സ്റ്റാരിങ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഡിസ്പ്ലേ ഒക്കെ ഇവിടെ കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം അതും പ്രതീക്ഷിക്കാം. 7 സീറ്റ് ആണെങ്കിലും നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം, ഒരു ഒതുങ്ങിയ ഒരു വാഹനം. പിന്നെ എഞ്ചിൻ സൈഡും ജസ്റ്റ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ മഹേന്ദ്രയുടെ വാഹനങ്ങൾക്ക് നോക്കാനുള്ള റെസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടാകുന്നതാണ്. മൂലയിൽ എവിടെയെങ്കിലും കോർണറിലെ കാര്യങ്ങൾക്കൊന്നും റെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ ഒരു സൈഡൊക്കെ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും കാണാനില്ല. ലീക്കും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതുമില്ല. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് അതും നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും പറയാനില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. 2016 മോഡൽ T8 ഡീസൽ എഞ്ചിൽ വരുന്ന TUV സിംഗിൾ ഓണർഷിപ്പിൽ 76,000 കിലോമീറ്റർ ഒരു വാഹനം സ്വന്തമാക്കാം 5,55,000 രൂപക്ക്. ഒരു 4,75 മുതൽ 5 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് ഒക്കെ ലഭിക്കും. അതും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 11 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മൾ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ മറ്റൊരു ഹാച്ച്ബാക്ക് സെഗ്മെന്റ് ലോ കിലോമീറ്റർ വാഹനം, വെറും 6,500 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള 2020 മോഡൽ സ്വിഫ്റ്റ് LXI വേരിയന്റ് വാഹനം. KL 42 പറവൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ബേസ് മോഡൽ വാഹനമാണ്. പക്ഷേ വെറും 6,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനത്തിന് റൺ ചെയ്തിട്ടുള്ളൂ. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ അതേ കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനം, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് കാര്യങ്ങളും ചെയ്തിട്ടില്ല. പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS ഫ്രണ്ട് 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. അങ്ങനെ ബേസിക് ഫീച്ചേഴ്സ് മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ബോഡി കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നത്. ചെറിയ പോറൽ സ്ക്രാച്ചുകളുണ്ട്. അത് വാഹനത്തിന് ഡാമേജ് ആയതല്ല, നിർത്തിയിട്ടിട്ട് എവിടെയൊക്കെയോ ചെറിയ 1-2 സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ടെന്നല്ലാതെ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ അത് നമ്മൾ ഓരോ വാഹനത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ മാത്രമേ മനസ്സിലാവും. ഈ ഒരു ഭാഗങ്ങൾ ബമ്പറിൻ്റെ കോർണറിലൊക്കെ സ്ക്രാച്ച്, അങ്ങനെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. മറ്റ് ഡാമേജോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ അതേ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു സ്റ്റീരിയോ പോലും ഫിറ്റ് ചെയ്തിട്ടില്ല ഇതിനകത്ത്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല പക്ക ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനം. പവറിൻ്റെ അതിനകത്ത് എനിക്കൊണ്ട് LXI-നകത്ത് കമ്പനീനെ കൊടുക്കുന്നതാണ് 2 ഡോർ പവറിൻ്റെ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ സ്റ്റാരിങ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഏകദേശം ഒരു 17-18 റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജ് ലഭിക്കുന്ന 1.2 ലിറ്ററിൽ വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ അതേ കണ്ടീഷനും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു വാഹനം. ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പുതിയ വാഹനം ഇറക്കി കൊണ്ടുപോകുന്നവർക്ക്, പുതിയ വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് 2020 മോഡൽ വരുന്ന സ്വിഫ്റ്റ് LXI. 6,500 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം സ്വന്തമാക്കാം 6 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം 5/5/25 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് ഒക്കെ ലഭിക്കും. 5 വർഷത്തെ കാലയളവിൽ ഏകദേശം ഒരു 11 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ ഇതോട് കൂടി മറ്റൊരു എപ്പിസോഡ് കൂടി വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി സൗകര്യം എല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് വാഹനങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് കയറാനുള്ളത്. മറ്റൊരു വീഡിയോ വീണ്ടും വരുന്ന സൈനിങ് ഔട്ട്. ബൈ.